ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ SIT ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. സിദ്ദിഖ് എവിടെയെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാകും എന്നും സൂചനയുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ SIT സംഘം തിരുവനന്തപുരത്താണോ ഉള്ളത്? തിരുവനന്തപുരത്ത് ഹാജരാകാനാണോ സാധ്യത? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, സിദ്ദിഖ് ഹാജരാവും എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലാണ് ഹാജരാകാൻ സാധ്യത എന്നുള്ളതാണ്. ഒപ്പം തിരുവനന്തപുരം ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഹാജരാകും എന്നുള്ള ഒരു സാധ്യതയും ഉണ്ട്. പക്ഷേ ആ വിവരം സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിദ്ദിഖിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതായത് ഈ സിദ്ദിഖിനെ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയാണെങ്കിൽ 1-2 ദിവസം ചോദ്യം ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ജാമ്യം നൽകിയതുകൊണ്ട് ഈ 2 ദിവസം സ്റ്റേഷനിൽ നിർത്താൻ വേണ്ടി കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിയമോപദേശമായി തേടിയിരിക്കുന്നത്. ആ നിയമോപദേശം ലഭിച്ചാൽ ഉടൻ തന്നെ നോട്ടീസ് കൈമാറാൻ, അതായത് ഇന്നോ നാളെ രാവിലെ ആ ഒരു നിയമോപദേശം ലഭിക്കും. തുടർന്ന് നോട്ടീസ് നൽകുവാൻ വേണ്ടിയാണ്. പക്ഷേ ആ നോട്ടീസ് ലഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും ഹാജരാകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള കോടതിയിലാവണം ഹാജരാവേണ്ടത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരായാൽ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലടക്കം ചെയ്തതിന് ശേഷം മെഡിക്കൽ പരിശോധന നടത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ കോടതിയാണ് ജാമ്യത്തിൽ ഏതെല്ലാം രീതിയിലായിരിക്കണം ജാമ്യം നൽകേണ്ടത് എന്നടക്കമുള്ള കാര്യം തീരുമാനിക്കുക. ഈ വിചാരണ കോടതിയാണ്. ഈ വിചാരണ കോടതി തിരുവനന്തപുരമാണ്, വഞ്ചൂർ കോടതിയാണ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് കൂടുതൽ സാധ്യത. സ്മൃതി.